Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പോർട്ട്ഫോളിയോ അനാലിസിസുമായി ബന്ധപ്പെട്ട് പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ കാൽക്കുലേഷൻ തന്നെയാണ്. പോർട്ട്ഫോളിയോ റിസ്ക് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിട്ടേൺ. പക്ഷേ ഇവിടെ രണ്ടിലധികം സെക്യൂരിറ്റീസാണ് ഒരു പോർട്ട്ഫോളിയോ ഉള്ളതെങ്കിൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയത് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സെക്യൂരിറ്റീസ് മാത്രം ഉണ്ടെങ്കിൽ എക്സ് വൈ അല്ലെങ്കിൽ എ ബി ഇങ്ങനെ രണ്ട് സെക്യൂരിറ്റീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, കോവേരിയൻസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, കോറിലേഷൻ എങ്ങനെയാണ് എടുത്തത് അല്ലേ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കുന്നുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടിലധികം വരുന്ന സെക്യൂരിറ്റീസ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ. അവിടെ ആ കേസിൽ നമുക്ക് എങ്ങനെയാണ് പോർട്ട്ഫോളിയോ റിസ്ക് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ക്ലിയർ? ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നോക്കുക, അവിടെ എൻ്റെ വൈ ആക്സിസിൽ നമ്മൾ റിസ്ക് ക്ലിയർ, ദാറ്റ് ഈസ് പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അവിടെ വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. അല്ലെ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദി പോർട്ട്ഫോളിയോ. ക്ലിയർ? സോ നമ്പർ ഓഫ് പോർട്ട്ഫോളിയോസ് 10, 20, 30 ഇങ്ങനെ വരുന്നത്. ഇത് കൂടുന്തോറും റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? ഒരു പരിധി വരെ, വളരെ കൂടുതലൊന്നുമില്ല, പക്ഷേ എങ്കിലും ഓൺ ആൻ ആവറേജ് ഇഫ് we are including more and more number of securities in the portfolio, yeah, then we can reduce the total risk. Standard deviation നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അത് കുറയ്ക്കാൻ പറ്റുന്നത്? ടോട്ടൽ റിസ്ക് from a portfolio consists of like two things. One is systematic risk and unsystematic risk. റിസ്ക് നമ്മൾ രണ്ടായിട്ട് പറയാറുണ്ട് അല്ലേ? സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാനോ കൂട്ടാനൊന്നും പറ്റില്ല. മാർക്കറ്റിൽ എന്തുണ്ടോ അത് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ക്ലിയർ? പക്ഷേ അൺസിസ്റ്റമാറ്റിക് റിസ്ക് അതെന്താണ്? കൺട്രോളബിൾ റിസ്ക് ആണ്, ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്. ക്ലിയർ? അപ്പോൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡൈവേഴ്സിഫയബിൾ ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഫലമായി അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. നമ്പർ ഓഫ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ പോർട്ട്ഫോളിയോ കൂടുന്തോറും. ഓക്കെ, നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഹിയർ മീൻസ് ഡിഫറെൻറ്റ് കമ്പനീസ്. ക്ലിയർ? സെക്യൂരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ്, സെക്യൂരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, ഓർ സെക്യൂരിറ്റീസ് ഫ്രം ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്, ഇതിനൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ അല്ലെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കിനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ റിസ്കിന് റിഡക്ഷൻ സാധ്യമാവും. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ വളരെ കൂടുതൽ സെക്യൂരിറ്റീസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. വളരെ കൂടുതൽ സെക്യൂരിറ്റീസ് ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നില്ല. ക്ലിയർ? കാരണം ഒരേ തരത്തിലുള്ള റിസ്ക് റിട്ടേൺ നേച്ചറുള്ള സെക്യൂരിറ്റീസ് ആണെങ്കിൽ, ഒരേ ഇൻഡസ്ട്രിയിൽ വരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി ആണെങ്കിലും ഒരേ തരത്തിലുള്ള കോറിലേഷനും ഒക്കെ ഉള്ളതാണെങ്കിൽ എന്ത് സംഭവിക്കില്ല, റിസ്കിനുള്ള റിഡക്ഷൻ സംഭവിക്കില്ല. പക്ഷേ എങ്കിലും നോർമൽ കേസിൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് കൂടുന്തോറും റിസ്ക് കുറയ്ക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. അല്ലേ? ഒരു പരിധി വരെ. ഓക്കെ, ദെൻ ഒരു പരിധിയിൽ കൂടുതൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വിപരീതമായിട്ടുള്ളൊരു റിസൾട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. എനിവേ, നമ്മൾ അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരാം. സോ ഹൗ വി ക്യാൻ അസർട്ടൈൻ റിസ്ക് ആൻഡ് റിട്ടേൺ കാൽക്കുലേഷൻ വിത്ത് പോർട്ട്ഫോളിയോ ഹാവിങ് മോർ ദാൻ 2 സെക്യൂരിറ്റീസ്. അപ്പോൾ റിട്ടേണിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. റിട്ടേണിൻ്റെ കാൽക്കുലേഷനിൽ ഫോർമുലയിൽ വ്യത്യാസമൊന്നുമില്ല. റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ആർ പി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു ആർ ഐ സി. അല്ലേ? ഇവിടെ സമ്മേഷൻ എന്ന് പറയുന്നത് എന്താ, എത്ര നമ്പർ ഓഫ് സെക്യൂരിറ്റീസിൻ്റെ എത്ര പ്രൊപ്പോർഷൻ ഉണ്ടോ അത്രയാണ്. അല്ലേ? അപ്പോൾ നമ്മളുടെ എക്സ് ഐ ഇൻറ്റു ആർ ഐ എന്നാണ് പറയുന്നത്. അല്ലേ? ഇവിടെ എക്സ് ഐ എന്ന് പറയുന്നത് പ്രൊപ്പോർഷനാണ് നമുക്കറിയാം, ആർ ഐ എന്ന് പറയുന്നത് അതിൻ്റെ റിട്ടേൺ ആണെന്ന് അറിയാം. അല്ലേ? അപ്പോൾ 3 സെക്യൂരിറ്റീസ് ആണുള്ളതെങ്കിൽ 3 എണ്ണത്തിൻ്റെയും സെക്യൂരിറ്റീസിൻ്റെ എക്സ് ഐയും പി ഐയും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ക്ലിയർ? അതുപോലെ തന്നെ 4 സെക്യൂരിറ്റീസ് ആണെങ്കിൽ 4 എണ്ണത്തിൻ്റെയും കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്തെടുക്കുന്നു, സമ്മേഷൻ ചെയ്തെടുക്കുന്നു. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ കിട്ടും, റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ കിട്ടും. ക്ലിയർ? ഇപ്പോൾ 4 സെക്യൂരിറ്റീസിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ് നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മളിവിടെ എഴുതും സെക്യൂരിറ്റീസ്. ക്ലിയർ? ദെൻ അതിൻ്റെ എക്സ് ഐ വാല്യൂ. ക്ലിയർ? ദെൻ ആർ ഐ വാല്യൂ എഴുതും. ക്ലിയർ? എന്നിട്ടോ എക്സ് ഐ ഇൻറ്റു ആർ ഐ അപ്പോൾ ഇത് ചെയ്യും. ക്ലിയർ? ദെൻ 1, 2, 3, 4 എന്ന് എഴുതി
ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമ്മൾ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് ടോട്ടൽ എടുത്ത് സമ്മേഷൻ ചെയ്യും. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അൾജിബ്രിക്കലി നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? നമുക്ക് പ്രോബ്ലം നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, പോർട്ട്ഫോളിയോ റിസ്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസിലേക്കാണ് വരുന്നതെങ്കിൽ, ക്ലിയർ, അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. നമ്മൾ നേരത്തെ നോക്കിയിരിക്കുന്ന ഫോർമുല ഇതിന് ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? ഇവിടെ ഡബിൾ സമ്മേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഡബിൾ സമ്മേഷൻ കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാൻ പറ്റും, ഈ xi ഇൻറ്റു xj ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ij എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. സോ വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു ഡബിൾ സമ്മേഷൻ ഓക്കെ ഓഫ് xi ഇൻറ്റു xj ഇൻറ്റു സിഗ്മ ij. ഓക്കെ, ഇവിടെ എന്താണ് xi സെക്യൂരിറ്റീസ് 1, xj എന്താ സെക്യൂരിറ്റീസ് നമ്പർ 2. ക്ലിയർ? അപ്പോൾ ഇത് ആദ്യത്തേൻ്റെ, ഇത് രണ്ടാമത്തേൻ്റെ പ്രൊപ്പോർഷൻ. ക്ലിയർ? ഇതെന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ളതിൻ്റെ ഡീവിയേഷൻ. ക്ലിയർ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ എടുത്ത ശേഷം ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടിൽ കൂടുതൽ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 സെക്യൂരിറ്റീസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് എത്ര കോമ്പിനേഷൻ കിട്ടും? അപ്പോൾ നമ്മളതിന് പറയുന്നത് n⁻n എന്നാണ് പറയുന്നത്. ക്ലിയർ? അത്രയും കോമ്പിനേഷൻ ഉണ്ടാവും. ക്ലിയർ? n⁻n കോമ്പിനേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഓരോന്നിൻ്റെ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ABC 3 സെക്യൂരിറ്റീസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻസ് എങ്ങനെ എടുക്കാം? സോ ഇഫ് ദർ ആർ 3 സെക്യൂരിറ്റീസ് ABC അല്ലേ, നമുക്ക് ഒന്നാമത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയും എ മാത്രമായിട്ട് നമുക്ക് സെക്യൂരിറ്റീസ് എടുക്കാം. ക്ലിയർ? പിന്നെന്താണ്? എയും ബിയും ആയിട്ട് ഇതെടുക്കാം. പിന്നെന്താ? എയും സിയും ആയിട്ട് എടുക്കാം. നാലാമത്തെ എന്താണ്? നമുക്ക് ഹരീഷ് ബിയും സിയും ആയിട്ട് എടുക്കാം. ക്ലിയർ? അഞ്ചാമത്തെ എന്താ? സോ എ ബി സി അല്ലേ, ബി അല്ലേ, ബിയുമായിട്ട് മാത്രം എടുക്കാം. ഓക്കെ, ബി ആയി. ഓക്കെ, ബി സി ആയി. അതുപോലെ തന്നെ നമുക്ക് എന്തെടുക്കാം? സി മാത്രമായിട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പരമാവധി നമുക്ക് എടുക്കാൻ പറ്റുന്ന കോമ്പിനേഷൻ ഏതാണ്? ദാറ്റ് ഈസ് അതിന് വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് n ഇൻറ്റു ദാറ്റ് ഈസ് n⁻n. ക്ലിയർ? സോ 3⁻3. ക്ലിയർ? അപ്പോൾ 3⁻3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും കോമ്പിനേഷൻ വരെ നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ 3ൻ്റെ ആണെങ്കിൽ 3 × 3 ആയിട്ട് വരും. ക്ലിയർ? ദാറ്റ് ഈസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ? സോ ദാറ്റ് ഈസ് കോൾഡ് 3 × 3 ദാറ്റ് ഈസ് 9. ക്ലിയർ? അപ്പം 9 വരെ നമുക്ക് എടുക്കാൻ പറ്റും. 9 കോമ്പിനേഷൻസ് വരെ കിട്ടും. ഓക്കെ, ഈ 9 കോമ്പിനേഷൻസിൻ്റെയും എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ പ്രപ്പോർഷൻ, ഓരോന്നിൻ്റെയും പ്രപ്പോർഷൻ എടുക്കണം. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, സോ ഇതിൻ്റെ നൊട്ടേഷൻ അവിടെ താഴെ കൊടുത്തിരിക്കുന്നു. ദിസ് ഈസ് വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ. ദെൻ ഡബിൾ സമ്മേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ n² ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ n എന്താണ്? n². ക്ലിയർ? ഡിഫറെൻറ്റ് കോമ്പിനേഷന് വേണ്ടി n² ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 3 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3² ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ക്ലിയർ? അപ്പോൾ 4 ആണെങ്കിൽ എന്ത് ചെയ്യണം? 4² ചെയ്യുക. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 16. ഇങ്ങനെ നമുക്ക് number of combination എത്രയാണെന്ന് കിട്ടും. ക്ലിയർ? സോ നമ്പർ ഓഫ് കോമ്പിനേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ taking n². ക്ലിയർ? n into n. ക്ലിയർ? ദാറ്റ് ഈസ് n², n into n. ക്ലിയർ? n⁻n അല്ല, ഞാൻ പറഞ്ഞ ചെറിയ വ്യത്യാസമുണ്ട്. ദിസ് ഇസ് n into n. ക്ലിയർ? therefore n². അപ്പോൾ n² കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ അത്രയും കോമ്പിനേഷൻസ് കിട്ടും. അതെല്ലാം കൂടെ ആഡ് ചെയ്യണം എന്ന് അർത്ഥം. xi എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് മണി ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി ജെ. ദെൻ xj എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി ജെ. ഇപ്പോൾ 2 സെക്യൂരിറ്റീസ് നമ്മൾ ഒരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കുമ്പോൾ ആ രണ്ടെണ്ണത്തിൻ്റെ ഒന്ന് ഐയും ഒന്ന് ജെയോ ആയിട്ട് എടുക്കുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ij പറഞ്ഞാൽ എന്താ? രണ്ടും കൂടെ തമ്മിലുള്ള ഡീവിയേഷൻ ആണ് അവിടെ എടുക്കുന്നത്. n ഈക്വൽ ടു വാട്ട്? ടോട്ടൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ്. ക്ലിയർ? അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദി പോർട്ട്ഫോളിയോ. സോ
the values are obtained substituting the values xij, clear, xiയും xjയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, ക്ലിയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐ ജെ, ഇത് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള വാല്യൂവിനെ ബേസ് ഇട്ട് പെയർ ഓഫ് സെക്യൂരിറ്റീസ് ആക്കി മാറ്റുന്നു, ക്ലിയർ, കോമ്പിനേഷൻ. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ താഴെ തന്നിരിക്കുന്ന ഒരു 3 സെക്യൂരിറ്റീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ 7 നമുക്കതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കുക, ക്ലിയർ. സോ വാട്ട് ഈസ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 7? So a portfolio consists of 3 securities A, B and C, and the proportion of investment in each of these securities is 20%, 30% and 50% respectively. Clear? A ki 20, B ki 30, C ki 50%. Then the variance of each security and the covariance of each possible pair of securities may be set up as a matrix as follows. So ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ക്ലിയർ. വെയ്റ്റും സെക്യൂരിറ്റീസും, ക്ലിയർ, അതിൻ്റെ ഡിഫറെൻറ്റ് പെയേഴ്സ്, ക്ലിയർ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെട്രിക്സിന് ടേബിളിൽ നമ്മൾ പറയുന്ന പേരാണ് വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ്. എന്താ പറയുക? വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ്, ക്ലിയർ. സോ ഈ കോവേരിയൻസ് മെട്രിക്സ്, ഈ മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ഇത് പ്രോബ്ലത്തിൽ തരും സാധാരണ, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്യണം ആദ്യം, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, ക്ലിയർ. സോ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയും. എന്താണ് ഇവിടെ വേരിയൻസ് പറഞ്ഞാൽ നമുക്കറിയാം. വേരിയൻസ് പറഞ്ഞാൽ എന്താ, അല്ലേ, ഒരു സെക്യൂരിറ്റീസിൽ നിന്ന് വരുന്ന റിട്ടേണിലുള്ള ഡീവിയേഷനെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, വേരിയൻസ് എന്ന് പറയുന്നത്, ക്ലിയർ. അപ്പോൾ ആ വേരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എ എന്ന് പറയുന്ന ഡയഗണലായിട്ട് വരുന്ന, ക്ലിയർ, ഈ ഡയഗണലായിട്ട് വരുന്നതാണ് എന്ത്, അതിൻ്റെ വരാവുന്ന വേരിയൻസ്, ക്ലിയർ. സോ 52, 38 and 45. സോ ദീസ് ആർ ഓൾ ദി വേരിയൻസ്, ക്ലിയർ. എ സെക്യൂരിറ്റീസിൻ്റെ വേരിയൻസ് ആണ് 52, ബിൻ്റെ വേരിയൻസ് ആണ് 38, സിൻ്റെ വേരിയൻസ് ആണ് 45. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണ് അപ്പോൾ കോവേരിയൻസ്. എന്താ കോവേരിയൻസ് പറഞ്ഞാൽ എയും ബിയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വേരിയൻസ് വരിക, ക്ലിയർ. എയും സിയും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക, ക്ലിയർ. ദെൻ അടുത്ത് ബിയും എയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക. അതുപോലെ ബിയും ആണെങ്കിൽ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, അല്ലേ. ദെൻ ബിയും സിയും കൂടെ ആണെങ്കിൽ ഇതാണ് വരിക, ക്ലിയർ. അതുപോലെ സിയും എയും കൂടെ ആണെങ്കിൽ ഇതാണ് വരിക. ദെൻ സിയും ബിയും കൂടെ ആണെങ്കിൽ ഇതാണ് വരിക, ക്ലിയർ. ദെൻ സിയും നമ്മൾ ഓൾറെഡി നോക്കി. ഇങ്ങനെ ഈ ഡയഗണലായിട്ട് വരുന്ന ഈ കേസസിന് ഇതിനെന്ത് പറയും നമ്മൾ, ദിസ് ഈസ് കോൾഡ് വേരിയൻ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, കോവേരിയൻസ് ആയിരിക്കും, ക്ലിയർ. അപ്പോൾ ഇങ്ങനെ വേരിയൻസും കോവേരിയൻസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു മെട്രിക്സ് രൂപത്തിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ, പ്രൊപ്പോർഷനൊക്കെ വെച്ച് കാണിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും, വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ്, ക്ലിയർ. അപ്പോൾ ഈ വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ടേബിളാക്കിയ ശേഷമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തെറ്റാതെ ചെയ്യാൻ പറ്റും, ക്ലിയർ. അങ്ങനെയുള്ളൊരു പർപ്പസിന് വേണ്ടി ഇതാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞു ദർ ആർ 3 സെക്യൂരിറ്റീസ്, അല്ലേ. 3 സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ 3 സെക്യൂരിറ്റീസിൻ്റെ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്, 9 കോമ്പിനേഷൻസ് ആണ് വരിക. സോ വാട്ട് ആർ ദ കോമ്പിനേഷൻ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കോമ്പിനേഷൻ? ആദ്യത്തെ കോമ്പിനേഷൻ, സോ ഫസ്റ്റ് കോമ്പിനേഷൻ ഈസ് നമ്പർ 1, എയും ക്ലിയർ. അതാണ് ഇവിടെ എ, ദിസ് ഈസ് എ, ദിസ് ഈസ് എ, ക്ലിയർ, എ. അടുത്തെന്താണ്, എയും ബിയും ആണ് വരുന്നത്, ക്ലിയർ. ദിസ് എ, ദിസ് ബി, ക്ലിയർ. അപ്പോൾ അതിന് നമ്മളെന്ത് പറയുന്നു, നമ്പർ 2 എയും ബിയും. പിന്നെ അടുത്തെന്താ, നമ്പർ 3 എയും സിയും, ക്ലിയർ. ഇത് 3 എണ്ണമായി, ക്ലിയർ. അടുത്ത് 4-മത്തെ, അല്ലേ, ബിയും എയും. അടുത്ത് ബിയും ബിയും. അടുത്ത് 6-മത്തെ ബിയും സിയും, ക്ലിയർ. അടുത്ത് 7-മത്തെ സിയും എയും. ദെൻ 8 സിയും ബിയും. ദെൻ 9 സിയും സിയും, ക്ലിയർ. ഇങ്ങനെ 9 കോമ്പിനേഷൻസ് ആക്കി എടുക്കാൻ പറ്റും. ആ 9 കോമ്പിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ക്ലിയർ. സോ ദിസ് ഈസ് എ. അപ്പോൾ എ വരികയാണെങ്കിൽ ഇതാണ് വരുന്നത്. എ ബി വരുമ്പോൾ ഇതാണ് വരിക. എ സി എന്ന് പറയുമ്പോൾ ഇതാണ് വരിക, ക്ലിയർ. ദെൻ ബി എ എന്ന് പറയുമ്പോൾ 63, ബി എന്ന് പറയുമ്പോൾ 38, ദെൻ ബി സി എന്ന് പറയുമ്പോൾ 74, ക്ലിയർ. ഇതൊക്കെ വേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്, ഓക്കെ. ദെൻ സി എ എന്ന് പറയുമ്പോൾ ഇതാണ്, സി ബി എന്ന് പറയുമ്പോൾ ഇതാണ്, സി എന്ന് പറയുമ്പോൾ ഇതാണ്, ക്ലിയർ. ഇതിന് നമ്മളൊരു അതിൻ്റെ പ്രപ്പോർഷനും വെയിറ്റും എല്ലാം കൂടെ ചേർത്തിട്ടൊരു ടേബിളിലാക്കി, ക്ലിയർ. അപ്പോൾ എന്തൊക്കെയാണ് ടേബിൾ വരിക, വെയിറ്റ്, സെക്യൂരിറ്റി, ക്ലിയർ. അതുപോലെ തന്നെ മുകളിലും ഇവിടെ എന്ത് വേണം, വെയിറ്റേജ് വേണം, സെക്യൂരിറ്റീസ് വേണം, ക്ലിയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് എ എന്നുള്ള രീതിയിലും അങ്ങനെ ഓരോന്നിൻ്റെ വാല്യൂസ് എടുത്ത് എഴുതുമ്പോൾ നമുക്കൊരു മെട്രിക്സ് ആയിട്ട് കിട്ടും.
ഇത് നമ്മൾ പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ക്ലിയർ? സോ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് ചെയ്യണം. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമുല പറയുന്നത്. ക്ലിയർ? നമ്മൾ ഫോർമുല എന്തായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞത്? പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലേ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് അല്ലേ ഡബിൾ സമ്മേഷനാണ് വരിക അല്ലേ എക്സ് ഐ എക്സ് ജെ പിന്നെയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐ ജെ. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര കോമ്പിനേഷൻ ഉണ്ട്? 9 എണ്ണം ഉണ്ട്. അപ്പോൾ 9 എണ്ണം ഇതുപോലെ ചെയ്യണം. ക്ലിയർ? അതിൻ്റെ സമ്മേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഡബിൾ സമ്മേഷൻ കിട്ടും. ക്ലിയർ? ശരി. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോമ്പിനേഷൻ എടുക്കാം. ക്ലിയർ? ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താ? എക്സ് ഐ എക്സ് ജെ ക്ലിയർ ഇൻറ്റു ഐ ജെ. ഇതിൽ ആദ്യത്തെ ഒരു എത്രയാണ്? എ ആണ് വരുന്നത് അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ വരുന്നത് എയും എയും ആണ് കമ്പൈൻ ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെ ഒരു കോമ്പിനേഷൻ അത് എ മാത്രം നടത്തും. ക്ലിയർ? 0.2 ആണ് എൻ്റെ ആദ്യത്തെ അല്ലേ പ്രപ്പോർഷൻ. രണ്ടാമത്തെ എൻ്റെ പ്രപ്പോർഷൻ സെയിം ആണ്, എയും ആയതുകൊണ്ട് അത് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ 0.2 ക്ലിയർ ഇൻറ്റു എൻ്റെ 52 ആണ് എൻ്റെ വേരിയൻസ്. ക്ലിയർ? അപ്പോൾ 0.2 ഇൻറ്റു എക്സ് ഐ 0.2 ഇൻറ്റു എക്സ് ജെ 0.2 ഇൻറ്റു ക്ലിയർ സിഗ്മ ഐ ജെ 52. അടുത്ത് നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? എക്സ് ഐ എക്സ് ജെ ക്ലിയർ ഐ ജെ രണ്ടാമത്തെ കോമ്പിനേഷൻ അല്ലേ. അതേതാണ്? എ ബി അല്ലേ. അപ്പോൾ എയുടെ പ്രപ്പോർഷൻ എത്രയാണ്? 0.2. ബിയുടെ പ്രപ്പോർഷൻ എത്രയാണ്? 0.3. ക്ലിയർ? ഇത് തമ്മിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട്. ആ ടേബിൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ? ദാറ്റ് ഈസ് 63. അപ്പോൾ അടുത്ത് വീണ്ടും നമ്മൾ എടുക്കുകയാണ്. ക്ലിയർ? സോ ദിസ് ഈസ് എ ബി എ സി. അപ്പോൾ എ സിയുടെ നോക്കും. എയുടെ എത്രയാണ്? 0.2. സിയുടെ എത്രയാണ്? 0.5. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 36 പ്ലസ്. ക്ലിയർ? ഇതെന്താണ്? ബി എ അല്ലേ. ബി എത്രയാണ്? 0.3. എ എത്രയാണ്? 0.2. ഇതെന്താ? അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 63. ക്ലിയർ? അടുത്തെന്താണ്? ബി ബി അല്ലേ. 0.3 ക്ലിയർ 38. ഓക്കെ. അടുത്തെന്താണ്? ബി സി 0.3 0.5 ഇൻറ്റു 74 പ്ലസ് അല്ലേ. ഇത് വരുന്നത് എന്താ? താഴെ സി എ ആണ് വരിക. അപ്പോൾ സി എത്രയാണ്? 0.5. എ എത്രയാണ്? 0.2. ക്ലിയർ? ദെൻ 36. ക്ലിയർ? പ്ലസ് ഇതെന്താണ്? സി ബി അല്ലേ. 0.5 0.3 74. ദെൻ സി സി 0.5 0.5 ഇൻറ്റു 45. ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൻ്റെ എന്താ നമ്മൾ എടുക്കുന്നത്? ദാറ്റ് ഈസ് എക്സ് ഐ പ്രപ്പോർഷൻ ഓഫ് ഐ ആദ്യത്തെ, പ്രപ്പോർഷൻ ഓഫ് ജെ രണ്ടാമത്തെ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബിറ്റ്വീൻ ദ. ക്ലിയർ? ഇത്രയും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് വരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും വാല്യൂ? 53.71. ക്ലിയർ? സോ ദിസ് ഈസ് പോർട്ട്ഫോളിയോ വേരിയൻസ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സോ വെൻ വി ആർ ഒബ്റ്റെയിൻ പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് കണ്ടുപിടിച്ചാൽ. അപ്പോൾ റൂട്ട് ഓഫ് 53.71. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7.3287. So 7.3287 or 7.3 will be the portfolio standard deviation. Clear? 7.3. Clear? അപ്പം ഇങ്ങനെ വേണം രണ്ടിൽ കൂടുതൽ സെക്യൂരിറ്റീസ് വരുന്ന ഒരു കേസിൽ പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ വീണ്ടും താഴത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒന്നുകൂടെ നോക്കാം. ക്ലിയർ? So a portfolio consists of 3 securities PQR. The proportionate of investment is 0.2, 0.3 and 0.5. That is 20%, 30% and 50%. From the following variance covariance metrics, calculate portfolio variance and standard deviation. Clear? അപ്പോൾ താഴെ നമുക്ക് ഈ വേരിയൻസിൻ്റെ ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. ഇതിന് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ്. ക്ലിയർ? ഇവിടെ പ്രപ്പോർഷൻ വെയിറ്റ് തന്നിട്ടുണ്ട്, സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ വേരിയൻസും സ്റ്റാൻഡേർഡ് അല്ലേ കോവേരിയൻസ് എന്ന് പറയുന്നത്. ഏതിനാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുക? ഡയഗണലായിട്ട് വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഇത് ഇത് ഇത്. ക്ലിയർ? സോ ദീസ് വാല്യൂസ് ആർ വേരിയൻസ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? കോവേരിയൻസ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കോമ്പിനേഷൻ ഇവിടെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വരിക? വാട്ട് ആർ ദ കോമ്പിനേഷൻ? ക്ലിയർ? സോ നമ്പർ 1 കോമ്പിനേഷൻ എന്താ? ആദ്യത്തെ കോമ്പിനേഷൻ വരുമ്പോൾ പി പി അല്ലേ. അടുത്തെന്താണ്? രണ്ടാമത്തെ പി ക്യു. പിന്നെന്താ? മൂന്നാമത്തെ പി ആർ. നാലാമത്തെ എന്താ? ക്യു പി. അഞ്ചാമത്തെ എന്താണ്? ക്യു ക്യു. ക്ലിയർ? ആറാമത്തെ എന്താ? ക്യു ആർ.
ഏഴാമത്തെ എന്താ? ദാറ്റ് ഈസ് ആർ പി. ക്ലിയർ? ദെൻ എട്ടാമത്തെ എന്താണ്? ആർ ക്യു. ദെൻ ഒമ്പതാമത്തെ എന്താ? ആർ ആർ. ക്ലിയർ? ഇത്രയും കോമ്പിനേഷൻസാണ് നമുക്ക് കിട്ടുക. ആ കോമ്പിനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അത് ഓൾറെഡി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഇനി അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കും? എയും എയും ആണ് അല്ലേ, പിയും പിയും ആണ്. അപ്പോൾ നമ്മൾ പി ഇവിടെ നോക്കി, ദാറ്റ് ഈസ് 0.2. ക്ലിയർ? പി ഇവിടെ നോക്കി, അതെന്താ? 0.2. അതാണ് XI, ഇതാണ് XJ. ക്ലിയർ? അപ്പോൾ നമ്മൾ എടുക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ 0.2 ഉള്ളതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വരിക നോക്കൂ. 0.2 അല്ലേ, ഇതെന്താണത്? പി പി വരുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെയും വെയിറ്റേജ് ഒന്ന് തന്നെയാണ്. അപ്പോൾ 0.2. ക്ലിയർ? ഇൻറ്റു 49 ആണ് അതിൻ്റെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വേരിയൻസ് തന്നിരിക്കുന്നത് 49. അപ്പോൾ അതെടുത്തു. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് പി ക്യു ആണ്. ക്ലിയർ? സോ 0.2 ഇൻറ്റു 0.3 ഇൻറ്റു 67. അടുത്തെന്താ? പി ആർ ആണ് അല്ലേ, 0.2 ഇൻറ്റു 0.5 ഇൻറ്റു 42. ദെൻ അടുത്തെന്താണ്? ക്യു പി ആണ് വരിക. സോ 0.3 ഇൻറ്റു 0.2 ഇൻറ്റു 67. ക്ലിയർ? അടുത്ത് ക്യു ആണ് വരിക, 0.3 ഇൻറ്റു 0.3 ഇൻറ്റു 38. ദെൻ അടുത്തെന്താണ്? ക്യു ആർ ആണ് വരിക അല്ലേ. സോ 0.3 ഇൻറ്റു 0.5 ഇൻറ്റു 81. ഓക്കെ, ദെൻ ബാക്കി നോക്കുകയാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ ആർ പി ആണ് അടുത്ത് വരുന്നത്, 0.5 ഇൻറ്റു 0.2 ഇൻറ്റു 42. ദെൻ ആർ അല്ലേ, ക്യു ആണ് വരിക, 0.5 ഇൻറ്റു 0.3 ഇൻറ്റു 81. ദെൻ ആർ 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 45. സോ വി വിൽ ഗെറ്റ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 57.37 കിട്ടും. പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അതിൻ്റെ റൂട്ട് എടുക്കുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.57. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഇൻവോൾവിങ് മോർ ദാൻ 2 സെക്യൂരിറ്റീസ്. ക്ലിയർ? ഞാൻ താഴെ വീണ്ടും ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, നിങ്ങളത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കണം നോക്കാം. റിട്ടേൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ, റിട്ടേണോ? ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. വേരിയൻസ് എല്ലാം തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനുമാണ് തന്നിരിക്കുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? സോ വെൻ വി ആർ ഗിവൺ വിത്ത് ക്ലിയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻസ്റ്റെഡ് ഓഫ് വേരിയൻസ് ആൻഡ് കോവേരിയൻസ്, ക്ലിയർ, ആൻഡ് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ 9. Clear? So the estimates of standard deviation and correlation coefficient of 3 stocks are given below. Clear? There are 3 stocks A, B and C. Clear? Their standard deviation is given 32, 26 and 80. Clear? And correlation coefficient തന്നിട്ടുണ്ട്. Clear? A മാത്രമാണെങ്കിൽ 1 ആണ്. Clear? B മാത്രമാണെങ്കിൽ 1 ആണ്. C മാത്രമാണെങ്കിൽ എന്താ 1 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതൊക്കെ എന്താണ്? കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലിയർ? സോ എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ കൊടുത്തത്. ക്ലിയർ? ദാറ്റ് ഈസ് -0.8. എയും സിയും ആണ് കമ്പൈൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന 0.4. ഓക്കെ, കോറിലേഷൻ. ദെൻ ബിയും എയും ആണെങ്കിൽ -0.08. ബിയും ബിയും ആകുമ്പോൾ സെയിം ആയതുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് കോറിലേഷൻ 1 തന്നെയാണ് വരിക. ദെൻ ബിയും സിയും ആണെങ്കിൽ 0.65. അതുപോലെ സിയും എയും ആണെങ്കിൽ 0.04, not 04, 0.4. ദെൻ സിയും ബിയും ആണെങ്കിൽ 0.65. സിയും വരുമ്പോൾ 1 തന്നെയാണ് വരിക. ക്ലിയർ? ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ഒരു പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. ക്ലിയർ? സോ ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ 15% ഓഫ് എ ആൻഡ് 50% ഓഫ് ബി ആൻഡ് 35% ഓഫ് സി. ക്ലിയർ? അപ്പോൾ അതിന് ഡെസിമലായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് 0.15, 0.5, 0.35. ക്ലിയർ? ദെൻ കാൽക്കുലേറ്റ് പോർട്ട്ഫോളിയോ വേരിയൻസ്. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടില്ല? വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് തന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ബിൽഡപ്പ് ചെയ്യണം. അതെങ്ങനെ ബിൽഡപ്പ് ചെയ്യും? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കാര്യം, ക്ലിയർ, അപ്പോൾ പോർട്ട്ഫോളിയോ കോറിലേഷൻ
ക്ലിയർ, തന്നിരിക്കുന്ന കോറിലേഷൻ നമ്മൾ ആദ്യം എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഓരോന്നിൻ്റെയും ക്ലിയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടാവും. ക്ലിയർ. ഓക്കെ, നമുക്ക് എങ്ങനെ ഇത് എടുക്കാൻ പറ്റുക? സോ IJ വേരിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എന്താ, കോറിലേഷൻ കോയിഫിഷ്യൻ ഇൻറ്റു സിഗ്മ I എന്ന് പറയുന്നത് ഒന്നാമത്തേൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിഗ്മ J എന്ന് പറയുന്നത് രണ്ടാമത്തേൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലിയർ. ഇങ്ങനെ രണ്ടും കൂടി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന വാല്യൂ ആണ് അതിൻ്റെ വേരിയൻസ്. ക്ലിയർ. ആ രീതിയിൽ എടുക്കാം. ഓക്കെ. സോ വേരിയൻസ് കോവേരിയൻസ് മാട്രിക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. നമ്മൾ നേരത്തെ തന്ന പോലെ ആദ്യം നമ്മൾ വെയിറ്റ് കൊടുത്തു, പിന്നെ സെക്യൂരിറ്റീസ് എഴുതി. ക്ലിയർ. ദെൻ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, വെയിറ്റ്സ് പ്രൊവൈഡ് ചെയ്തു, സെക്യൂരിറ്റീസ് എടുത്ത് എഴുതി. ക്ലിയർ. അപ്പോൾ ഇവിടെ റോസും കോളം ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ എത്ര സെക്യൂരിറ്റീസ് ഉണ്ട്, 3 സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ എത്ര കോളം വേണം, 9 കോളം വേണം. ക്ലിയർ. അല്ല, 9 ബോക്സ് നമുക്ക് ആവശ്യമാണ്. ക്ലിയർ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, എങ്ങനെയാണ് വരയ്ക്കുക, അല്ലേ, വെയിറ്റ്സ് കൊടുത്തു, സെക്യൂരിറ്റീസ് കൊടുത്തു, വീണ്ടും സെക്യൂരിറ്റീസിന് ഇവിടെ ഒരു കോളം കൊടുക്കും. ക്ലിയർ. ദെൻ വെയിറ്റ്സ് നമ്മൾ മുഴുവൻ എഴുതി, 15%, 0.5, 0.35. സെക്യൂരിറ്റീസ് ചെയ്ത് A, B and C. അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിനും പിന്നെ ലൈൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കോളം കിട്ടും. 9 ബോക്സസ് കിട്ടും. ഇനി നമ്മൾ ആദ്യത്തെ ബോക്സ് എടുക്കുക. ആദ്യത്തെ ബോക്സ് എന്താണ്, സോ ദിസ് ഈസ് എ ഫസ്റ്റ് ബോക്സ് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ബോക്സിൻ്റെ പ്രത്യേകത എന്താ, അവിടെ എയും എയും ആണ് വരുന്നത്. A അല്ലേ. A കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, A മാത്രം. ക്ലിയർ. അപ്പോൾ പക്ഷേ എങ്കിലും ഇവിടെ എയും ഒരു കോമ്പിനേഷനായിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വേരിയൻ അല്ലേ ഇവിടെ തന്നിട്ടുണ്ട്, കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ഈസ് 1 ആണ്. ക്ലിയർ. സോ 1 എടുത്തു. ഓക്കെ. സോ ദിസ് ഈസ് R. ക്ലിയർ. RI. പിന്നെയോ സിഗ്മ I എടുക്കണം. സിഗ്മ I എത്രയാണ്, 32 അല്ലേ. ആദ്യത്തെ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 32 ആണ്. ക്ലിയർ. സിഗ്മ J എന്ന് പറയുന്നത് A തന്നെയാണ്. അപ്പോൾ എത്ര തന്നെ വരും, 32. ക്ലിയർ. സോ 1 × 32 × 32. സോ ദിസ് ഈസ് AA. ഇതിൻ്റെ വാല്യൂ നമുക്ക് എടുത്ത് എഴുതിയാൽ ഇതായി. ക്ലിയർ. അടുത്തത് എന്താണ്, എയും ബിയും ആണ് വരിക. അപ്പോൾ നമ്മൾ എയും ബിയും എടുത്തു. AB അല്ലേ. അപ്പോൾ നമ്മളിവിടെ ടേബിൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ക്ലിയർ. സോ AB. ക്ലിയർ. ABൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, 26. ക്ലിയർ. ബിൻ്റെ എത്രയാണ്, 26. എയുടെ എത്രയാണ്, 32. ക്ലിയർ. എയും ബിയും വരുന്ന സമയത്ത് വരുന്ന കോറിലേഷൻ കോയിഫിഷ്യൻ എത്രയാണ്, -0.8. ക്ലിയർ. സോ ദിസ് ഈസ് കോറിലേഷൻ കോയിഫിഷ്യൻ. നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. സോ 0.08 ഇൻറ്റു അല്ലേ ബിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 26. ക്ലിയർ. എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 32. ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -0.08 -0.8 ഇൻറ്റു 26 × 32 അല്ലെങ്കിൽ 32 × 26 എഴുതിയാലും കുഴപ്പമില്ല. ദെൻ അടുത്തത് എന്താണ്, ഇതുപോലെ സിയുടെ നോക്കുന്നു. സിയുടെ കോറിലേഷൻ എത്രയാണ്, 0.4. ക്ലിയർ. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ടേബിൾ ക്വസ്റ്റ്യനൊക്കെ ഒരു പ്രോബ്ലത്തിൽ എഴുതി നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് വേണം ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ. ക്ലിയർ. അപ്പോൾ നമുക്ക് നോക്കി എഴുതാൻ പറ്റും. ഓക്കെ. ദെൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 18 ആണ്. എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ വാല്യൂസ് കിട്ടും. ക്ലിയർ. ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് താഴെ എടുത്ത് എഴുതുകയാണെങ്കിൽ അല്ലേ, AA എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കിട്ടും. AB എന്ന് പറയുന്നത് ഇത്രയും കിട്ടും. മൈനസ് ആയതുകൊണ്ട് -666 ആണ് വരിക. ക്ലിയർ. AC എന്ന് പറയുന്നത് 230. ക്ലിയർ. അപ്പോൾ നമുക്ക് ഇത്രയും കോളം ഫിനിഷ്ഡായി. ക്ലിയർ. നമ്മൾ അടുത്ത് നോക്കുന്നു, ബിയുടെ സീരീസിലേക്ക് വരുന്നു. BA BB BC. അപ്പോൾ നമ്മൾ ഇനി അടുത്തിലേക്ക് വരിക അല്ലേ. BA എങ്ങനെയാണ് BA വരുന്നത്, നമുക്കറിയാം ബിൻ്റെ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് 0.8 ആണ് അല്ലേ, -0.8 ഇൻറ്റു അല്ലേ. ബി എന്ന് പറയുന്നത് 26 ആണ്, A എന്ന് പറയുന്നത് 32 ആണ്. ക്ലിയർ. അപ്പോൾ 32 × 26 അല്ലെങ്കിൽ 26 × 32 ഇൻറ്റു 0.8. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ BB അപ്പോൾ 26 ഇൻറ്റു 1 ആണ് അതിൻ്റെ കോറിലേഷൻ. ക്ലിയർ. ദെൻ BC. ക്ലിയർ. എത്രയാണത്, ദാറ്റ് ഈസ് 0.65. ക്ലിയർ. 0.65 ഇൻറ്റു 18 ഇൻറ്റു ദെൻ 26. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എടുത്തു. ഓക്കെ. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ താഴെ കൊടുത്തിട്ടുണ്ട് ടേബിൾ. ക്ലിയർ. ദാറ്റ് ഈസ്
എ ബി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ അല്ലേ, ബി എ ബി ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, സി ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ. ക്ലിയർ? അപ്പം മൂന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇപ്പം രണ്ടാമത്തെ കോളമായി. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ എ സി അല്ലേ, എ ബി സി സി. ക്ലിയർ? അതിനെക്കുറിച്ച് നോക്കുന്നു. സിയുടെ സീരീസ് വരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന സമയത്ത് സിൻ്റെ കോറിലേഷൻ എത്രയാണത്? 0.4. ക്ലിയർ? ദെൻ എ 32 അല്ലേ, സി 18. ഓക്കെ, അപ്പോൾ എയും സിയും ആയി. ക്ലിയർ? ദെൻ എ ബി ആണ് ഇനി അടുത്തത് അല്ലേ, ദാറ്റ് ഈസ് സോ കോറിലേഷൻ കോഎഫിഷ്യൻ ഓഫ് അടുത്തത് കൊടുത്തിട്ടുണ്ട് അല്ലേ, പോയിന്റ് സി എത്രയാണ്? സിയും ബിയും വരുമ്പോൾ 0.65 ആണ്. അപ്പോൾ 0.65 ഇൻറ്റു 26 ഇൻറ്റു 18 അതിൻ്റെ വാല്യൂ. ക്ലിയർ? ദെൻ സി വരുമ്പോൾ 1 ഇൻറ്റു 18 ഇൻറ്റു 18. ക്ലിയർ? അപ്പോൾ അതിൻ്റെ വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ 230, 304, 324. ഇങ്ങനെ നമ്മൾ നേരത്തെ കിട്ടിയിരിക്കുന്ന ടേബിളിൽ കാണിച്ചിരിക്കുന്ന വാല്യൂസിനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തു വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ വെയിറ്റ് എഴുതി, സെക്യൂരിറ്റീസ് എഴുതി. ക്ലിയർ? അപ്പോൾ തന്നെ വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? വെയ്റ്റ്സും സെക്യൂരിറ്റീസ് ആയിട്ട് എഴുതി. ക്ലിയർ? ഇനി ഓരോന്നിൻ്റെയും എന്ത് ചെയ്താൽ മതി? നേർക്ക് എ വരുന്നതിൻ്റെ വാല്യൂ ഇവിടെ എടുത്ത് എഴുതി. എ ബി. ക്ലിയർ? എയും ബിയും വരുമ്പോൾ ഇവിടെ എടുത്ത് എഴുതി. എയും സിയും വരുന്നത് ഇവിടെ എടുത്ത് എഴുതി. ക്ലിയർ? ദെൻ അതുപോലെ ബിയും എയും വരുന്നത് ഇവിടെ എടുത്ത് എഴുതി. ബിയും വരുന്നത് ഇവിടെ എഴുതി. ബിയും സിയും വരുന്നത് ഇവിടെ എടുത്ത് എഴുതി. ഇങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂസ് അതാത് കോളത്തിൽ എഴുതും. ക്ലിയർ? അപ്പോൾ നമുക്ക് വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ആയി. ഇനി എന്ത് ചെയ്യാം? പോർട്ട്ഫോളിയോ വേരിയൻസ് ഇതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? സോ പോർട്ട്ഫോളിയോ വേരിയൻസ് അല്ലേ, നമ്മൾ പഴയ ഫോമുല അനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ വെയിറ്റ് 15%, 0.5 അല്ലേ, 0.15 ഇൻറ്റു ക്ലിയർ 15% ഇൻറ്റു 15% ഇൻറ്റു 1024. ഇറ്റ്സ് വേരിയൻസ്. ക്ലിയർ? ഇപ്പോൾ രണ്ടാമത്തേത് എന്താണ്? എ ബി വരുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് 0.15, 0.5 മൈനസ് 666. അപ്പോൾ എ ബി. ദെൻ എ സി. ക്ലിയർ? 0.15, 0.5 ക്ലിയർ ഇൻറ്റു 23. ക്ലിയർ? 230. ഇങ്ങനെ ഓരോന്നിൻ്റെ വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 262.38. ക്ലിയർ? അപ്പോൾ അതിനെ സോ ഇതിനെ സോൾവ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വേരിയൻസ് പോർട്ട്ഫോളിയോ വേരിയൻസ് എന്ന് പറയുന്നത് 262.38. അപ്പോൾ ഇത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പോസിറ്റീവ്സ് ആയിട്ട് വരുന്ന വാല്യൂസ് മുഴുവൻ തമ്മിൽ ആഡ് ചെയ്യണം. ക്ലിയർ? എന്നിട്ട് നെഗറ്റീവ്സ് വരുന്ന വാല്യൂ, 2 നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമുക്ക് ടോട്ടൽ 362.28 എന്നാണ് പോസിറ്റീവ് വാല്യൂ കിട്ടുക. ആ പോസിറ്റീവ് വാല്യൂയിൽ നിന്ന് നെഗറ്റീവ് വാല്യൂസ് 49.95 ആൻഡ് 49.95 ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 262.38 കിട്ടും. ക്ലിയർ? ദെൻ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ റൂട്ട് അല്ലേ, റൂട്ട് കണ്ടുപിടിച്ചത് വേരിയൻസിൻ്റെ റൂട്ട്. അപ്പോൾ ഇത് എത്ര വേരിയൻസ് എത്ര കിട്ടിയിരിക്കുന്നത്? 262.38 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സോ വി വിൽ ഗെറ്റ് 16.198 or 16.2. ക്ലിയർ? സോ ദിസ് ഈസ് ദി ആൻസർ. ചെറിയ മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ചെയ്ത് ചെയ്യുക. ക്ലിയർ? ഇത് പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് എടുക്കുക. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 16.198. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ എഴുതി റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ നോട്ടിൽ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് സ്വന്തമായിട്ട് വേരിയൻസ് കോവേരിയൻസ് മെട്രിക്സ് ബിൽഡപ്പ് ചെയ്യുക. എന്നിട്ട് അതിലെ ഈ ഫോമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക.